ചെയ്ത ക്യാരക്ടേഴ്സില് അനുവിന്റെ ഉള്ളിലേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ? ഡയമണ്ട് നെക്ലേസ് എന്തായാലും അത് ഫസ്റ്റ് ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും പ്രിയപ്പെട്ടതാണല്ലോ. പിന്നെ ചന്ദ്രേട്ടൻ എവിടെയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഷമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിഹാസയില് ചെയ്തത് കരിയറിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഈ പറഞ്ഞ മുണ്ടുടുക്കലൊക്കെ എനിക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയ ഒരു ഏറ്റവും കംഫർട്ട് ആയ ഒരു ഹീറോ ആരാ? ദിലീപേട്ടനും ചാക്കോച്ചനും. നല്ല അവര് സിനിമയിൽ ദിലീപേട്ടന്റെ കൂടെ ഒരു വട്ടമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, ചാക്കോച്ചന്റെ കൂടെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലുപരി എവിടെയൊക്കെ എന്തൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എന്നതേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇതല്ലേ. നമുക്ക് ബാക്കി എല്ലാവരുമായിട്ടും വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം, കുറച്ചുകൂടെ ഫ്രീഡം അവരടുത്ത് തോന്നാറുണ്ട്. ഫ്രണ്ട്ലിയാണ്. ദിലീപേട്ടനൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ നമുക്കൊരു സിറ്റുവേഷനില് എന്തെങ്കിലും പ്രശ്നം വന്നാലും അയ്യോ ഇത് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ആക്ച്വലി ഓപ്പോസിറ്റ് ആക്ടേഴ്സ് നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് ചെയ്യാം. മറ്റേ നമുക്ക് ടെൻഷൻ അല്ലേ, ഇവർക്ക് എന്ത് തോന്നും. ശരിക്കും അതെനിക്ക് ഒത്തിരി ഫീൽ ചെയ്തത് മഴയത്ത് മുൻപേ ചെയ്തപ്പോ നമുക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പകുതി ദൈവം ഞാൻ ചെയ്തത് ശരിയാണോ ശരിയല്ലേ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് ഇല്ലേ. ഇത്രയും വലിയൊരു ലെജൻഡിന്റെ മുമ്പിലല്ലേ നമ്മൾ ചെന്നൊരു ഞാഞ്ഞൂല് പോലെ നിൽക്കുന്നത്. എന്തായാലും പിന്നെ ഇപ്പുറത്ത് ശോഭന ചേച്ചി, ഞാൻ പറഞ്ഞ 2 പർവ്വതങ്ങളാ, ഇതിന്റെ ഇടയിലാണ് ഞാനൊരു ചെറിയ മണ്ണായിട്ട് ചെന്ന് നിൽക്കാൻ പോകുന്നത്. ഞാനും മമ്മൂക്കയും കൂടി മധുരരാജ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിലും ഇങ്ങനെ തന്നെയായിരുന്നു. മമ്മൂക്കടുത്ത് നമ്മൾ സംസാരിക്കുമെങ്കിലും അതിനകത്ത് ഞാനൊരു തെറിച്ചൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറയുന്ന, ആരാണ് എന്താണെന്നൊന്നും നോക്കാണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മമ്മൂക്കന്റെ മുഖത്ത് നോക്കി പറയണമല്ലോ. ഞാനിങ്ങനെ ഭാ എന്നൊക്കെ പറഞ്ഞ ആട്ടുന്നൊക്കെ എന്നെ കൊന്നാ ഞാൻ ഭാ എന്ന് പറയില്ല. അല്ല ശരിക്കും നമ്മളെ ക്യാരക്ടർ ആണ്, പക്ഷെ എന്നാലും മമ്മൂക്കയുടെ മുഖത്ത് നോക്കി നമ്മൾ എങ്ങനെ പറയുന്നു. റിഹേഴ്സലിന്റെ സമയത്ത് അപ്പം വൈശാഖേട്ടനാണ് ഡയറക്ടർ. അപ്പൊ എന്റെ അടുത്ത് അനു നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നീ ആട്ട് എന്ന് പറയുമ്പോ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ റിഹേഴ്സലിന് മെയിൻ റിഹേഴ്സൽ അത് പറയുമ്പോ ഞാൻ ഭാ എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടു. അപ്പം നമുക്ക് വെച്ചിട്ട് നീ ഇങ്ങനെയാണോ കൈ ഇങ്ങനെ വെച്ചിട്ടാണോ നീ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കും. പക്ഷെ നമുക്കിങ്ങനെ പറ്റത്തില്ല. ശരിയാട്ടോ. ഇപ്പൊ ഇത്രയും നാൾ 12 years ആയി അല്ലേ ഫിലിമിലേക്ക് വന്നിട്ട്. ദാറ്റ് ഇസ് നോട്ട് എ ഷോർട്ട് ടൈം. അതെ, ശരിക്കും ഒരു ഗുഡ് എക്സ്പീരിയൻസ് എന്താണ് ഫിലിമിൽ നിന്ന്? ഇല്ല, എല്ലാം പത്തനാപുരം കൊച്ചി അത് പറയണം. അതൊരു ഇല്ല, എക്സ്പീരിയൻസ് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ ഇത്രയും ആൾക്കാര് അറിയാന്നുള്ളത്. നമ്മള് കേരളത്തിൽ, ഇപ്പൊ ഞാൻ മലയാളത്തിൽ മാത്രം ഉള്ളതുകൊണ്ട് കേരളത്തിലായിരിക്കും എന്നെ കൂടുതൽ അറിയുന്നത്. അപ്പൊ കേരളത്തിൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ അറിയുന്നുണ്ട്, ഒരാൾ വന്നിട്ട് നമ്മളെ ചിരിച്ച് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം ആയിട്ട് തന്നെ കാണുള്ളൂ. കാരണം ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ദൈവം നമ്മളെ ചൂസ് ചെയ്തല്ലോ എന്നുള്ളതിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ള ആള് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ എവിടെങ്കിലും ചെന്ന് നിൽക്കാനോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനോ ഒന്നും ചിലപ്പം ശരിക്കും ഒരു പേടി ഉണ്ടാവില്ല. എവിടെങ്കിലും ചെന്നാൽ എന്തായാലും എന്നെ ആരെങ്കിലും അറിയുമല്ലോ. ചിലപ്പോ എന്റെ അടുത്ത് തന്നെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, രാത്രിയിലാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ സേഫ് ആയിട്ട് കൊണ്ട് എത്തിക്കാൻ അവർ ശ്രമിക്കും. അപ്പൊ തന്നെ പോകുന്ന സമയത്താണെങ്കിൽ എന്റെ കൂട്ടുകാർ പറയും നീ ട്രാവൽ ചെയ്യുമ്പോൾ രാത്രി തന്നെയാണെങ്കിൽ നീ കാറിൽ തന്നെ പോവരുത്, വല്ല ടയറൊക്കെ പഞ്ചർ ആയാലും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അത് കുഴപ്പമില്ല, ഏതെങ്കിലും വീട് ചെന്ന് മുട്ടയിൽ അവർക്ക് അറിയാലോ ഞാനാണെന്ന്, എനിക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ദൈവം തമ്പുരാന്റെ ഒരു അനുഗ്രഹം കേട്ടോ. ബീങ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അനുസരിച്ചിട്ട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുക അല്ലെ. ഇനി അടുത്ത ഫുഡിന്റെ കാര്യം ഞാൻ വിളമ്പുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഈ നാടൻ ഫുഡ് ഇഷ്ടമാണോ? നാടൻ ഫുഡിന്റെ ആളാണ് ഞാൻ. എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ, എന്നറിയോ, എത്ര പ്രാവശ്യം ഞാൻ അനുവിനോട് ചോദിച്ചെന്നറിയാം, അനു പ്രോൺസ് തന്നെ വേണോ വാലന്റൈൻസ് ഡേക്ക്? അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഷോയിൽ പറഞ്ഞ പോലെ ഇച്ചിരി എരിവും പുളിയൊക്കെ കൂടിയതൊക്കെ വാലന്റൈൻസ് ഡേയിൽ എങ്ങനെ കഴിക്കാനാ. അപ്പൊ ഡേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് എരിഞ്ഞിട്ട് വല്ലതും പറയാൻ നോക്കുവോ? അത് നോക്കത്തില്ല. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ ചോദിച്ചു പറയാ എനിക്ക് ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ ഇഷ്ടമാണ്. അനുവിനെ ഞാൻ അപ്പൊ അത് വിട്ടു, വാലന്റൈൻസ് ഡേയിലുള്ളതിൽ വിട്ടിട്ട്. അല്ലാതെ പറയാ നാടൻ ഫുഡിനോട് ഇഷ്ടം? നാടൻ ഫുഡാണ് ഇഷ്ടം. മധുരം അല്ല, എനിക്ക് എരിവും പുളിയൊക്കെ എന്നുള്ളതല്ല, എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മധുരത്തിനോട് വലിയ പ്രിയം ഇഷ്ടമില്ല. ശരിക്കും എന്റെ കൂട്ടുകാരൊക്കെ മധുരത്തിന്റെ ആൾക്കാരാണ്. ചോക്ലേറ്റ്, ഐസ്ക്രീം എനിക്കും പറ്റില്ല. അനുവിനെ കണ്ടാ പറയും ചോക്ലേറ്റ് ഒന്നും പറ്റിയല്ല, പക്ഷെ എന്നെ കണ്ടാ പറയല്ല. പക്ഷെ ഞാൻ പറയുക, എനിക്കും ഈ പറഞ്ഞ പോലെ ഇച്ചിരി എരിവും പുളിയും ഒക്കെ തന്നെയാ ഇഷ്ടം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞാനിപ്പോ വന്നതൊന്ന് വിളമ്പിട്ടെ. സെലിബ്രിറ്റീസിന്റെ ഒക്കെ എന്താ പറയാ ഫുഡിന്റെ റൂട്ടീനൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലല്ലേ. നമ്മുടെ തനി മലയാളിയായിട്ട് നമുക്ക് ദൈവം തമ്പുരാൻ സഹായിച്ച് നമ്മുടെ അമ്മയപ്പനും എന്നാ തന്ന് വളർത്തിയോ അത് കഴിക്കാനാണ് നമുക്കിഷ്ടം. പിന്നെ ചില സമയങ്ങളിൽ മാത്രം
കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് തിന്നണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്നും അല്ല കേട്ടോ. എനിക്കൊരിക്കലും സാലഡ് ഒന്നും എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളേ അല്ല ഞാൻ. എല്ലാരും പറയും ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്യണം. സാലഡ് ഒന്നും എനിക്ക് കുക്കുംബർ മറ്റേ പെപ്പർ ഉപ്പൊന്നും ഇട്ടുന്ന ഞാനും എന്നത്തിനല്ലേ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ പിന്നെ ജാടയ്ക്കൊക്കെ ഞാൻ ഇന്ന് സാലഡാണ് ഉള്ളത് ഇച്ചിരി ആന്നേലും സന്തോഷമായിട്ട് വായിക്ക് രുചിയായിട്ട് കഴിച്ചു. പിന്നെ വീട്ടില് അമ്മ ഡയബറ്റിക് ആണ്. സോ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് ചോറ് കഴിക്കുന്നതിന് മുമ്പ് അമ്മ കുറച്ച് സലാഡ് തിന്നെന്ന് പറയുമ്പോ അമ്മ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ചിലപ്പം കുറച്ചുണ്ടാക്കി കൊടുക്കുമ്പോ അതിനകത്തുനിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കും. അങ്ങനെയുണ്ട്. അത് കുറച്ച് ലൈഫ് സത്യം അമ്മ അറിഞ്ഞല്ലോ. ഇല്ല, അമ്മയ്ക്കറിയാം. അത് അമ്മയ്ക്കറിയാവുന്ന കാര്യം. എനിക്ക് അതിന് സാധനങ്ങളൊന്നും ഇഷ്ടമില്ല എന്നുള്ളത്. ഏത് ഭക്ഷണമാണെങ്കിലും അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ചോറും തൈരും ആണെങ്കിലും അതും ആസ്വദിച്ച് കഴിക്കുക. ഇപ്പൊ എന്ത് മുന്നിൽ കിട്ടിയാലും സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് തൃപ്തിയോടെയും കഴിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നിനോടും ഒരു പക്ഷത്തോടും ഞാൻ ഒരിക്കലും കുറ്റം പറയല അല്ലേ? ഞാൻ തീർച്ചയായിട്ടും.